ഹായ് ഓൾ, എല്ലാവർക്കും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൂടെ ഭാഷ വികസിപ്പിക്കാനുള്ള ഈ സീരീസിലെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെസൺ എന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്, പ്ലേഗ് ബിയറിംഗ് ഗവേണേഴ്സ് നെയിം ഡിസ്കാർഡഡ് അഗൈൻ ഇൻ ഊട്ടി എന്ന് പറയുന്ന ഒരു ന്യൂസാണ്. ഈ ന്യൂസിൻ്റെ പ്രത്യേകത, ഇത് വളരെ ചെറിയൊരു ന്യൂസാണ്, പ്രാദേശികമായിട്ട് നടന്നിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വാർത്തയാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഇവിടെ പ്ലേഗ് ബിയറിംഗ് ഗവേണേഴ്സ് നെയിം ഡിസ്കാർഡഡ് അഗൈൻ ഇൻ ഊട്ടി, ഇതാണ് നമ്മുടെ വാർത്ത. ഈ പ്ലേഗ് എന്ന് പറയുന്ന വേർഡ്, പ്ലേഗ് എന്താണ്? ഈ പ്ലേഗ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ, പ്ലേഗ് അസുഖമാണ്. പക്ഷേ ഇവിടെ പ്ലേഗ് എന്ന് പറയുന്ന വേർഡ് വളരെ പ്രധാനപ്പെട്ടൊരു വേർഡാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ശിലാഫലകം എന്ന് പറയാറുണ്ട്. അതായത് ഈ ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉദ്ഘാടകൻ്റെയൊക്കെ പേരുകളൊക്കെ കൊത്തിവെക്കുന്ന ഈ ശിലാഫലകം അല്ലെങ്കിൽ ലോഹഫലകം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലേഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഹഫലകം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, ബിയറിംഗ് ഗവേണേഴ്സ് നെയിം. എങ്ങനത്തെ ലോഹഫലകമാണ്? ബിയറിംഗ് ഗവർണേഴ്സ് നെയിം, ഗവർണറുടെ പേര് വഹിക്കുന്ന, ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വഹിക്കുക, ഗവർണറുടെ പേര് വഹിക്കുന്ന ലോഹഫലകം. ഓക്കെ. ഡിസ്കാർഡ് അഗൈൻ ഇൻ ഊട്ടി, വീണ്ടും ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. എവിടെ? ഊട്ടിയിൽ. അപ്പോൾ അടുത്ത ഒരു വേർഡ് നമ്മൾ കണ്ടിരിക്കുകയാണ്, ഡിസ്കാർഡഡ്. ഡിസ്കാർഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നമ്മൾ നിഷ്കാസനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, നിഷ്കാസനം ചെയ്യുക എന്നൊക്കെ പറയുന്ന മലയാളം പ്രയോഗത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക, അതാണ് ഡിസ്കാർഡഡ്. ഡിസ്കാർഡ് മീൻസ് നശിപ്പിച്ച് കളയുക, നിഷ്കാസനം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ബി രവിചന്ദ്രൻ ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രത്തിലെ ഒരു വാർത്തയാണ്, ഊട്ടി ജൂൺ 13. നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം. ദ പ്ലേഗ് ബിയറിംഗ് ദ നെയിം ഓഫ് ഗവർണർ ആർ എൻ രവി, ഗവർണർ ആർ എൻ രവിയുടെ പേര് വഹിക്കുന്ന ലോഹഫലകം പ്ലേസ്ഡ് നിയർ ദ സാപ്ലിംഗ് he planted during his visit to the Government Botanical Garden. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ GBCയിൽ അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം നട്ട സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മരത്തിൻ്റെ തൈ, സസ്യത്തിൻ്റെ തൈക്കാണ് നമ്മൾ സാപ്ലിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു പുതിയ വൊക്കാബുലറി. ഈ സാപ്ലിംഗ് പ്ലേസ്ഡ് നിയർ, എവിടെയാണ് വെച്ചിരിക്കുന്നത്? പ്ലേസ്ഡ് നിയർ ദ സാപ്ലിംഗ് ഹി പ്ലാന്റഡ് ഡ്യൂറിങ് ഹിസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലോഹഫലകം വെച്ചിരിക്കുന്നത് ഈ സാപ്ലിങ്ങിൻ്റെ അടുത്താണ്. അപ്പോൾ ദ പ്ലാഗ്, ഒന്നുകൂടെ വായിക്കാം. ദ പ്ലാഗ് ബിയറിംഗ് ദ നെയിം ഓഫ് ഗവർണർ ആർ എൻ രവി, ഗവർണർ ആർ എൻ രവിയുടെ പേര് വഹിക്കുന്ന ലോഹഫലകം പ്ലേസ്ഡ് നിയർ ദ സാപ്ലിംഗ് ഹി പ്ലാന്റഡ് ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ദ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന സമയത്ത് അദ്ദേഹം പ്ലാന്റ് ചെയ്ത സാപ്ലിംഗ്, മരത്തൈൻ്റെ അടുത്ത് വെച്ച ഈ പറഞ്ഞ പ്ലേഗ്. ആ പ്ലേഗിൽ ഹിയർ ഇൻ ഒക്ടോബർ 2021 ഒക്ടോബറിൽ വാസ് ഫൗണ്ട് ഡിസ്കാർഡഡ്. എന്തായി? ഫൗണ്ട് ഡിസ്കാർഡഡ്, അത് നശിപ്പിച്ചതായി കണ്ടെത്തി, നിഷ്കാസനം ചെയ്തതായി കണ്ടെത്തി. എഗെയിൻ ഓൺ ട്യൂസ്ഡേ മോർണിംഗ്, വീണ്ടും ട്യൂസ്ഡേ മോർണിംഗിൽ. അപ്പോൾ വീണ്ടും ഡിസ്കാർഡ് ചെയ്തതായി കണ്ടെത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുന്നേ ഒരിക്കൽ ഇത് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടാവും, നശിപ്പിച്ചിട്ടുണ്ടാവും. വൈൽ ദ പ്ലേഗ്, അടുത്ത പാരഗ്രാഫാണ്. വൈൽ ദ പ്ലേഗ് കണ്ടെയ്നിങ് ദ നെയിം ഓഫ് ഗവർണർ വാസ് ഫൗണ്ട് അപ്രൂട്ടഡ്, അതായത് വൈൽ ദ പ്ലേഗ് കണ്ടെയ്നിങ് ദ നെയിം ഓഫ് ദ ഗവർണർ വാസ് ഫൗണ്ട് അപ്രൂട്ടഡ് and thrown away last Thursday early morning at Botanical Garden, the cops, ഇവിടെ ദ എന്നായിരിക്കും കേട്ടോ, the cops rushed to the spot and made arrangements to put it back in its original spot near the sapling. അതായത് while the plague containing the name of the governor was found uprooted, ഗവർണറുടെ പേര് വഹിച്ച ലോകഫലകം അപ്രൂട്ട് ചെയ്തതായിട്ട്, അതായത് പിഴുതിട്ടതായിട്ട് കണ്ടെത്തിയപ്പോൾ, ആൻഡ് ത്രോൺ അവേ, പിഴുതിട്ട് വലിച്ചെറിഞ്ഞതായിട്ട് കണ്ടെത്തിയപ്പോൾ, എപ്പോൾ? ലാസ്റ്റ് തേഴ്സ്ഡേ, കഴിഞ്ഞ വ്യാഴാഴ്ച ഏർലി മോർണിംഗ്, അതിരാവിലെ അറ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്ത് ചെയ്തു? ദ പോലീസ്, ദ കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പോലീസാണ്. ദ പോലീസ് റഷ്ഡ് ടു ദ സ്പോട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് ഓടിയെത്തുകയും
പാഞ്ഞെത്തുകയും ആൻഡ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ടു പുട്ട് ഇറ്റ് ബാക്ക്, അത് പുട്ട് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടി തിരികെ അവിടെ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നടപടികൾ അവർ ചെയ്യുകയും ചെയ്തു. ഇറ്റ്സ് ഒറിജിനൽ സ്പോട്ട് നിയർ സാപ്ലിങ്ങിൻ്റെ അടുത്ത് ഈ ഫലകത്തിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ വാർത്ത. പക്ഷേ നമുക്കിവിടെ കിട്ടിയുള്ള വേർഡ്സുകൾ ഏതൊക്കെയാണ് വാക്കുകൾ? ഒന്ന് പ്ലേഗ് എന്ന് പറഞ്ഞാൽ ലോഹ ഫലകം അല്ലെങ്കിൽ ഫലകം. ഓക്കെ. ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കാസനം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ, മരത്തിൻ്റെ തൈ. അപ്രൂട്ട് എന്ന് പറഞ്ഞാൽ പിഴുതു കളയുക. കോപ്സ് എന്ന് പറഞ്ഞാൽ പോലീസ്. ഇത്രയും പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കിവിടെ പഠിക്കാൻ സാധിച്ചു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളായിരിക്കും. ഈ പുട്ട് ഇറ്റ് ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ തിരികെ വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഇത്രയും വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് കാണാം. സി യു, ബൈ, താങ്ക് യു.